സോട്ടിൽ ഫിഷ് ഒത്തിരി ടൈപ്പ് ഉണ്ട്. നമ്മുടെ സാധാരണ കാണുന്ന റെഡ് സോഡ് ഉണ്ട്. അതുപോലെ ഈ കാലിക്കസ് സോഡ് ഇതാണ്. പിന്നെ കുഹാക്കു സോഡ് ഉണ്ട്, ബെർലിൻ സോഡ് ഉണ്ട്, ഗ്രീൻ സോഡ് ഉണ്ട്. അങ്ങനെ തുടങ്ങി ഒത്തിരി സോഡ് ഉണ്ട്. ഈ സോഡിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് കമ്പാരിറ്റീവ്ലി കുറച്ച് ഹാർഡി ഫിഷാണ്. നമുക്കതുകൊണ്ട് തന്നെ ഇവര് വളർത്തിയെടുക്കുന്നത് കുറച്ച് എളുപ്പമാണെന്ന് പറയാം നമുക്ക്. പിന്നെ സോട്ടയിലിന്റെ ബ്രീഡിങ് നമുക്ക് കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. ഇവരുടെ ഫീഡിങ് പറയുകയാണെങ്കിൽ നമ്മൾ നോർമലി കൊടുക്കുന്ന എല്ലാ ട്രോപ്പിക്കൽ ഫിഷസിന്റെ ഫീഡും ഇവരും കഴിക്കുന്നതാണ്. ഞാൻ കൂടുതലും ഫീഡ് ചെയ്യുന്നത് മൊയിന ഉള്ളപ്പോൾ അത്, അല്ലെങ്കിൽ ഫ്രോസൺ ആർട്ടീമിയ, പിന്നെ ബ്ലഡ് വേം, പ്രിൻസ് മീനും കൊടുക്കാറുണ്ട്. പിന്നെ ചിലപ്പോൾ കാർഗിലും. അപ്പോൾ ഫസ്റ്റ് ഞാനിത് ബ്രീഡിങ് തുടങ്ങിയ സമയത്ത് ഞാൻ ഇതുപോലൊരു ബ്രീഡിംഗ് കേജൊക്കെ വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിരുന്നത്. പക്ഷേ സോട്ടയിലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർ സ്വിം ചെയ്യാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നവരാണ്. പിന്നെ നല്ല ജമ്പേഴ്സുമാണ്. അപ്പോൾ ഇതുപോലൊരു ചെറിയ ഏരിയ അവർക്ക് ഒട്ടും സുഖകരമായിട്ട് തോന്നിയില്ല. അങ്ങനെയാണ് ഞാൻ ഈ ഫോക്സ് ടെയിൽ പരീക്ഷണത്തിലേക്ക് വന്നത്. അപ്പോൾ ഈ ബ്രീഡിംഗ് കേജിന് പകരം ഫോക്സ് ടെയിൽ വെച്ചപ്പോൾ നമുക്ക് 10-60 കുഞ്ഞുങ്ങൾ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് 10-45ഓളം കുഞ്ഞുങ്ങൾ ഇപ്പോഴും കിട്ടുന്നുണ്ട്. മാത്രമല്ല ഫിഷസ് വളരെ ഹാപ്പിയാണ്. അവർ ഈ ഒരു ചെറിയ ഏരിയ നമ്മൾ കൺസ്ട്രെയിൻ ചെയ്ത് ഇടുന്നതിൻ്റെ ഒരു സ്ട്രെസ് അവർക്കില്ല. അപ്പോൾ ഫോക്സ് ടെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ബ്രീഡിംഗ് ഏജിൻ്റെ ആവശ്യമില്ല. ശരിക്കും സോട്ടയിലിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടോ അല്ലെങ്കിൽ പുതിയതായിട്ടോ സോട്ടയിൽ വാങ്ങുന്നതാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അവർക്ക് സ്വിം ചെയ്യാൻ മാക്സിമം ഏരിയ കൊടുക്കുക. അതുപോലെ തന്നെ പുതിയതായിട്ട് കൊണ്ടുവരുമ്പോൾ, അതായത് ഒരു വാട്ടർ ചേഞ്ച് വരുന്ന സമയത്ത് ഇവന്മാർക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ടാങ്കിൽ നിന്ന് പുറത്തേക്ക് ജമ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പുതിയതായിട്ട് ഈ സോട്ടയിലിനെ കൊണ്ടിടുന്ന സമയത്ത് ടാങ്കിന് മാക്സിമം ഒരു കവറിങ് കൊടുക്കാൻ നോക്കുക. വല്ല കൊതുകിൻ്റെ നെറ്റോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്ന് കവർ ചെയ്തേക്കും. ഇല്ലെങ്കിൽ ഇവന്മാർ ജമ്പ് ചെയ്ത് വെളിയിൽ പോകും. ഇതിപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് അനക്കാതെ ഇട്ടിരുന്ന എൻ്റെ സോട്ടയിലിൻ്റെ ഒരു ഫ്രിഡ്ജ് ബോക്സാണ്. അപ്പോൾ അവന്മാർ അടിയിലുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഫീഡൊക്കെ എടുക്കാണ്ട് നോക്കിയപ്പോൾ ഒരാളെ കിട്ടി. അങ്ങനെ കുറച്ച് സമയത്ത് മെനക്കേടിനൊടുവിൽ എല്ലാവരെയും ഞാൻ പിടിച്ചിട്ട് മറ്റൊരു ഫ്രിഡ്ജ് ബോക്സിലേക്ക് മാറ്റിയായിരുന്നു. എന്നിട്ട് അവർക്ക് മാക്സിമം ഞാൻ ഫോക്സ് ടെയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഫോക്സ് ടെയിൽ ഗ്രോ ആയി ടാങ്ക് മുഴുവൻ കവർ ആകുമ്പോഴത്തേനും നമ്മൾ നല്ല ഫീഡും കൂടെ കൊടുക്കുന്നതിനനുസരിച്ച് അവർ അവിടെ കിടന്ന് മൾട്ടിപ്ലൈ ആയിക്കോളും. സോട്ടയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ എളുപ്പമുള്ളൊരു ഹാർഡി ഫിഷ് തന്നെയാണ് സോട്ടയിൽ. അവർക്ക് വേണ്ട ഒരേ ഒരു കാര്യം നല്ല സ്വിമ്മിങ് സ്പേസ് വേണം. പിന്നെ പുതിയതായിട്ടൊരു വാട്ടർ ചേഞ്ച് കൊടുക്കുമ്പോൾ അവർ ജമ്പ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടാങ്ക് എന്തെങ്കിലും കൊണ്ട് കവർ ചെയ്തിരിക്കണം. അപ്പോൾ ഇത് കുവാക്ക് സോഡാണ്. നല്ലോണം ഇണങ്ങിക്കഴിഞ്ഞാൽ ഇവർ നമ്മൾ ഫീഡ് കൊടുക്കുമ്പോൾ വന്ന് പിക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കാരണം എൻ്റെ ഉള്ള കാലിക്കോ നല്ല ഇണങ്ങിയ ടൈപ്പാണ്. അപ്പോൾ ഞാൻ ഫീഡ് കൊടുക്കുന്ന വീഡിയോസൊക്കെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഫീഡ് കൊടുക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോഴും അവർ താഴേക്ക് പോകാറില്ല. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും.